നമ്മുടെ കോഴിക്കോട് ടൗണിൽ നിന്നും കാപ്പാട് ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം 45 മിനിറ്റ് വരെ നമ്മളെടുക്കും കാപ്പാട് ബീച്ച് വരെ എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് തിരക്ക് കുറവാണ്, റോഡിലെല്ലാം വളരെ തിരക്ക് കുറവാണ്. കാപ്പാട് ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയേറെ ഉണ്ട്. ചരിത്ര പ്രാധാന്യം കൊണ്ട് വളരെയേറെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു സ്ഥലമാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച്. ആദ്യമായി വാസ്കോ ഡ ഗാമ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയ സ്ഥലം കൂടിയാണ് 1498. അതിൻ്റെ എല്ലാം ഒരു ശിലാഫലകമൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ബീച്ച് വളരെയേറെ മനോഹരമാണ്. പാറക്കൂട്ടങ്ങളും ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അത് ഏകദേശം ഒരു 800 വർഷം പഴക്കമുള്ളതായിട്ടാണ് അറിയുന്നത്. പിന്നെ ഇവിടെ ആയുർവേദ ചികിത്സയും മറ്റുമൊക്കെ ഉണ്ട്. ബീച്ചിനെ പറ്റി പറയുന്നെങ്കിൽ വളരെ മനോഹരമാണ്, വളരെ ഭംഗിയുള്ളതും പോരാത്തതിന് നല്ല വൃത്തിയുള്ളൊരു ബീച്ചൊക്കെയാണ് ഇവിടെ. വൃത്തിയുടെ കാര്യം പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെ 8 ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചതിൽ നമ്മുടെ കാപ്പാട് ബീച്ചും ഉൾപ്പെടുന്നുണ്ട്. നമ്മൾ വന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, നമുക്കിവിടെ വളരെ മനോഹരമാണ്. അതായത് പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇല്ല. എപ്പോഴും വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ടാണ് ഈ ബീച്ച് സംരക്ഷിക്കുന്നത്. അതിന് കോർപ്പറേഷൻ്റെ ധാരാളം ജോലിക്കാരും ഇവിടെയുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ സമ്മതിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കാപ്പാട് ബീച്ച്. ാകല്ലോ ഇവിടുത്തെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ വിളിക്കുന്ന സുനാമി പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരിത്. ഇവിടെ ഇരുന്ന് നമുക്ക് കടലിൻ്റെ മനോഹാരിതയെല്ലാം കാണാൻ പറ്റും. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഹട്ട് പോലെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്, വളരെ മനോഹരമാണ്. പിന്നെ ഈ ഈ കടലിൻ്റെ നടുക്കോട്ടുള്ള പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇപ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്, കോവിഡ് കാരണമാണ്. നമ്മൾ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഉറപ്പായും കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ് ഇവിടം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 8 കിലോമീറ്റർ ആയിരിക്കും വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കരിപ്പൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് 43 കിലോമീറ്ററാണുള്ളത്. 1498 വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഈ സ്തൂപം ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന അവസ്ഥയൊക്കെയാണ്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആദ്യമായി ചെയ്യുന്ന വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ലൈക്കും ചെയ്യണം.